രൗദ്രം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുറ്റം സമ്മതിച്ച പ്രകാരം ഈ കേസിലെ പ്രതിയായ ജെറിൻ തോമസിനെ മരണം വരെയും തടവിലിടാൻ കോടതി ഉത്തരവിടുന്നു. ശ്വാസം അടക്കി പിടിച്ചാണ് സ്റ്റീഫൻ അത് കേട്ടത്. ജെറിന്റെ ഭയം നിറഞ്ഞ മുഖം അയാൾക്കുള്ളിൽ വലിയൊരു മുറിവ് തീർത്തു. എത്രയൊക്കെ എങ്ങനെയൊക്കെ അവനൊരു കുഴപ്പം വരാത്ത രീതിയിൽ കേസ് ഒതുക്കി തീർക്കാൻ ഓടിപ്പാഞ്ഞ് നടന്നു. സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവരിൽ ഏറെക്കുറെ ആളുകളും താൻ നീട്ടിയ കാശ് വാങ്ങി മറുകണ്ഠം ചാടിയത് ആ നോവിൽ അയാളെ ചൊടിപ്പിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രതി നിരവധി തവണ പീഡിപ്പിച്ചു. അത് ചോദ്യം ചെയ്ത കുട്ടികളുടെ മാതാപിതാക്കളെ ദേഹോപദ്രവം ചെയ്തു എന്നതെല്ലാം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ്. ആയതിനാൽ കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ വാക്കുകൾ രുദ്രന്റെ മുഖത്ത് 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ച് വിരിഞ്ഞു. സന്തോഷം കൊണ്ടവൻ അരികിലിരുന്ന റെജിയുടെ കൈകളിൽ അമർത്തി പിടിച്ചു. ഒന്നും വെറുതെയായില്ല. നിരവധി പീഡന കേസുകൾ അവനെതിരെ ആരോപിക്കാനുണ്ടായിരുന്നുവെങ്കിലും വെറും 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ അമ്മ ജെറിനെതിരെ പരാതി പറഞ്ഞു വന്ന ദിവസം രുദ്രന് ഓർമ്മ വന്നു. ജെറിൻ എന്ന നികൃഷ്ട ജീവിയെ അന്നാണ് ശരിക്കും അറിയാനായത്. ബുദ്ധിയുറക്കാത്ത കുഞ്ഞുങ്ങളിൽ പോലും അവൻ്റെ പേക്കൂത്തുകളെക്കുറിച്ച് ആ അമ്മ പറഞ്ഞു കേൾക്കെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചതാണ്. ആണത്ത അലങ്കാരമായി കൊണ്ടു നടക്കുന്നവനെ അതേ കാരണം കൊണ്ട് തന്നെ പൂട്ടണമെന്ന്. ഇരി എന്ന വിളിപ്പേരിനെ ഭയക്കാതെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒപ്പം ചേർന്ന് നിന്നപ്പോൾ പിന്നൊന്നും പുറകോട്ട് വലിച്ചില്ല. ഇനിയൊരു കുഞ്ഞിന് ഈ ഗതി വരരുത്. സ്വന്തം കൺമുമ്പിൽ വന്നുപെടുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഉയരുന്ന പൗരുഷം, മുന്നേ നടപ്പാക്കിയ വിധിയെ ഓർക്കുമ്പോൾ താനെ താഴണം. ആ വിധം വേണം നിയമം നടപ്പിലാക്കുവാൻ. രുദ്രന്റെ കൈവിരലുകൾ റെജിയെ അമർത്തിപ്പിടിച്ചു. സ്റ്റീഫന് നേരെ വീണ്ടും പുച്ഛത്തോടെ നോക്കിയിട്ട് രുദ്രൻ പുറത്തേക്ക് നടന്നു. ഇനി എന്തൊക്കെ കളികൾ ആര് കളിച്ചാലും ഈ ജന്മം പുറലോകം കാണാൻ കഴിയാത്ത വിധം സ്ട്രോങ് ആയിട്ടാണ് കേസ് ഒരുക്കിയിട്ടുള്ളതെന്ന് അവന് ഉറപ്പാണ്. ആ ഒരു ആത്മവിശ്വാസം ആവോളം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി അവനെ മീഡിയക്കാർ പൊതിഞ്ഞു. അവിടെ പറഞ്ഞോ മുന്നേ പറഞ്ഞില്ലാത്തൊന്നും പുതുതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനില്ല. ദാറ്റ്സ് ഓൾ ഗുഡ്. ബൈ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ ഇറങ്ങിപ്പോയി കാറിൽ കയറി. മനസ്സ് അലയൊതുങ്ങിയ കടൽ പോലെ ശാന്തമാണ്. അവൻ അച്ഛനെ ഓർമ്മ വന്നു. എത്ര ഒതുക്കിയിട്ടും പൊട്ടി വീണൊരു കരച്ചിലിന് കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ തടഞ്ഞിട്ടു. അതേ നിമിഷം തന്നെ അവൻ അഞ്ജലിയെ ഓർമ്മ വന്നു. ഇങ്ങനൊരു കേസിന്റെ പുറകെയാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അതിനെക്കുറിച്ച് അവൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. വെറുതെ പോലും സംസാരിച്ച് കേട്ടിട്ടില്ല. പകരം അപ്പനും ചേട്ടനും ചെയ്തു കൂട്ടിയ തെറ്റുകൾ സ്വന്തം സ്നേഹം കൊണ്ട് പ്രായശ്ചിത്തം തീർക്കുന്ന അവളോടുള്ള പ്രണയം കൊണ്ട് അവൻ്റെ നെഞ്ച് വീങ്ങി. കരച്ചിലിനെ തോൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖം ഒരു ചിരി കടമെടുത്തു. അറിയാതെ തന്നെ അവൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂടിപ്പോയിരുന്നു. അവൾക്കരികിൽ ചേർന്നിരിക്കാൻ വല്ലാത്ത കൊതി. പ്രണയത്തിൻ്റെ അനുഭൂതിയിൽ അലിഞ്ഞു തീരാനുള്ള ഹൃദയത്തിൻ്റെ കൊതി. പതിയെ പോഞ്ചു, ഏട്ടനൊന്നും ഓടിപ്പോവില്ല. കോളേജിൽ നിന്ന് വന്ന ഉടനെ തന്നെ പോർച്ചിൽ രുദ്രന്റെ വണ്ടി കിടപ്പുണ്ടെന്ന് അറിഞ്ഞവൾക്ക് വല്ലാത്ത ധൃതിയായിരുന്നു. സ്കൂട്ടിയിൽ നിന്നും വേഗം ഇറങ്ങി അകത്തേക്ക് ഓടാൻ നിൽക്കുന്നവളെ നോക്കി ശിവ വിളിച്ചു പറഞ്ഞു, അങ്ങേര് ഇവിടെ കെട്ടിയോൻ തന്നെയല്ലേ? പോകേണ്ട കാമുകനാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുണ്ടൊരു സ്നേഹം. അഞ്ജലിയുടെ ഓട്ടം കണ്ടിട്ട് ശിവ അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു. അഞ്ജലിയുടെ കൂടി ബാഗ് വലിച്ചെടുത്തുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത്. നിനക്ക് കുശുമ്പാണ്ടി പറട്ടെ. അകത്തേക്ക് പായുന്നതിനിടെ അഞ്ജലി വിളിച്ചറിയുന്ന കേട്ടപ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അഞ്ജലി ചെല്ലുമ്പോൾ രുദ്രൻ കമിഴ്ന്നയുടെ നല്ല ഉറക്കമാണ്. വാതിൽ ചേർത്തടച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിൽ പോയിരുന്നു. നഗ്നമായ രുദ്രന്റെ പുറത്ത് കവിൾ ചേർത്ത് വെറുതെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് ഫ്രഷായി വന്നിട്ടും അവൻ അതേ കിടപ്പ് തന്നെ. അവൾക്ക് അവനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി. കൈ ഉയർത്തി മുടിയിൽ തലോടി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയവൾ ഒരൊറ്റ വലിക്ക് അവനെ നെഞ്ചിൽ വീണിരുന്നു. ഇന്നൽപ്പം ലേറ്റായി ഉദാസ നീ. ഞാൻ നോക്കിയിരുന്നു മടുത്തു. അഞ്ജലിയുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ പിടഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച്. ഇച്ചിരി അവസാനത്തെ എക്സാം അല്ലേ, അത് കഴിഞ്ഞ് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അവനോട് ചേർന്ന് ഇടുന്നുകൊണ്ട് തന്നെ അഞ്ജലി പറഞ്ഞു. രുദ്രേട്ടൻ നേരത്തെ വന്നോ? അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. എനിക്കിതിനെ കാണാൻ തോന്നിയിട്ട് യുദാസെ. അവൻ്റെ ചുണ്ടുകൾ അവളിൽ ഇടതടവില്ലാതെ പ്രണയം പങ്കിട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. ഓഹോ, അതുകൊണ്ട് ഓടി വന്നാണോ? അഞ്ജലിയും കുറുമ്പോടെ അവനെ നോക്കി. വന്നപ്പോൾ ഇവിടെ നീയില്ല, അപ്പോൾ പിന്നെ കിടന്നുറങ്ങിക്കളയാൻ തീരുമാനിച്ചു. അവനും അതേ കുറുമ്പോടെ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. മാറങ്ങോട്ട്. കഴിഞ്ഞ ഒരാഴ്ച ഈ സ്നേഹം എവിടെയായിരുന്നു? പാതിരാത്രി വരും, എന്ത് വേണ്ടിയാലും കണ്ണുരുട്ടി പേടിപ്പിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എന്നിട്ടിപ്പോൾ സ്നേഹമാണ് പോലും. അള്ളി പിടിച്ച് കിടക്കുന്നവനെ പിടിച്ച് തള്ളിക്കൊണ്ട് അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു. രുദ്രൻ അപ്പോഴും ചിരിയാണ്. അവനറിയാം എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ആ മനസ്സ് നിറയെ തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽപ്പുണ്ടെന്ന്. അവളൊന്ന് പിണങ്ങിയാൽ അതൊരു പിണക്കമാണെന്ന് തനിക്ക് തോന്നാൻ വേണ്ടി അവൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. 10 മിനിറ്റ് തികച്ചും എടുക്കാതെ വീണ്ടും പിണക്കം മറന്ന് ചിണുങ്ങിക്കൊണ്ട് അരികെ വരുന്നവളോട് സ്നേഹമല്ലാതെ വേറെ എന്താണ് തോന്നേണ്ടത്? എനിക്ക് തിരക്കുണ്ടെന്നല്ല യുദാസേ. നിനക്ക് എക്സാം ആയതുകൊണ്ടല്ലേ ഞാൻ അകറ്റി നിർത്തിയത്. അല്ലേ തന്നെ നിന്റെ മനസ്സിൽ ഏത് നേരം ഈ ഞാനല്ലേ ഉള്ളൂ.
എക്സാം ഷീറ്റിൽ എന്നെ വരച്ചുണ്ടായില്ലല്ലോ. നീ പഠിച്ച വെറുതെ ആവരുതെന്ന് കരുതിയിട്ടല്ലേ? രുദ്രൻ അവൾക്ക് നേരെ ചെരിഞ്ഞിടുന്നുണ്ട് പറഞ്ഞു. എനിക്കറിയാം. കുഞ്ഞു പിള്ളേരുടെ പോലെ വീണ്ടും അഞ്ജലി പറ്റിക്കൂടി കിടന്നു. നിനക്കെല്ലാം അറിയാം, എന്നാൽ ആവശ്യ നേരത്തൊന്നും അറിയില്ല. ഇങ്ങനൊരു സാധനം. രുദ്രൻ അവളെ കളിയാക്കി ചിരിച്ചു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ യുദാസ്? ചിരി മാഞ്ഞു പോയിരുന്നു അവൻ ആ ചോദ്യം അവൾക്ക് നേരെ നീട്ടുമ്പോൾ. ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ടവൾ അവൻ്റെ നെറ്റിയിൽ ഏന്തി വലിഞ്ഞുകൊണ്ട് ചുണ്ടി ചേർത്തു. ജെറിന് കിട്ടിയ ശിക്ഷയെക്കുറിച്ച് അവൾക്ക് അറിയാമെന്ന് അവന് ഉറപ്പായിരുന്നു. ഒരിക്കലും അതിനെക്കുറിച്ച് അവൾ തന്നോട് ചോദിക്കില്ലെന്നും. അയാളത് അർഹിക്കുന്നുണ്ട് രുദ്രേട്ട. അതിൽ സങ്കടപ്പെട്ടിരിക്കുക ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് അപമാനമാണ്. എനിക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഞാൻ വേണമെങ്കിൽ മറന്നു കളയാം. പക്ഷേ ഇത്രയില്ലാതെ കുഞ്ഞുപിള്ളയുടെ ചിരിയിലേക്ക് നോക്കിപ്പോലും അവൾ രുദ്രൻ്റെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു. കർമ്മ എന്നുണ്ട് രുദ്രേട്ട. ചെയ്തു കൂട്ടിയതിനൊക്കെ അതിനേക്കാൾ മനോഹരമായി തിരിച്ചടി കിട്ടുന്നു. കൊന്നുകളയേണ്ടതാ. പക്ഷേ ഇവരെപ്പോലുള്ളവർക്ക് അതൊരു രക്ഷപ്പെടലാണ്. അവിടെ കിടക്കട്ടെ. ചെയ്തു പോയതിൽ നീറി അങ്ങ് ഒതുങ്ങട്ടെ. ഇടറിയുള്ള വാക്കുകൾക്കൊപ്പം തന്നെ കണ്ണുനീർ തുള്ളികൾ കൂടി നെഞ്ചിലിറ്റി വീഴുന്നുണ്ട്. രുദ്രന്റെ കൈകൾ അവളെ കൂടുതൽ മുറുകെ പിടിച്ചു. സന്തോഷമാണ്, ഹൃദയം നിറഞ്ഞു കവിയുന്ന സന്തോഷം. എന്നിട്ടും പക്ഷേ ഉള്ളിലൊരു നേർത്ത വിങ്ങൽ. അത് അവളെ പിരിയുന്നത് ഓർത്തിട്ടാണ്. ജീവന്റെ താലിയണിഞ്ഞ് അതീവ സന്തോഷത്തോടെ അവനോട് ചേർന്ന് നിൽക്കുന്ന ശിവയിൽ ഒതുങ്ങിപ്പോയിരുന്നു അഞ്ജലിയുടെ കണ്ണുകൾ. എക്സാം കഴിഞ്ഞ് പിറ്റേ ആഴ്ച കല്യാണത്തിന് ഡേറ്റ് നോക്കുമ്പോൾ ഒരേ സമയം 2 ഭാവങ്ങൾ അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. ഇവിടെ വന്ന മുതൽ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന അവളെ പിരിയേണ്ടി വരുന്നത് അതല്പം സങ്കടം നൽകുന്ന ഏർപ്പാട് തന്നെയാണ്. പക്ഷേ അവൾ യാത്ര പറയുന്നത് അവൾ ഏറെ കൊതിയോടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന അവളുടെ ജീവിതത്തിലേക്കാണ്. അനിവാര്യമാണ് ഈ വേർപിരിയൽ. ശ്രീയേട്ടനും രുദ്രേട്ടനും ആഘോഷങ്ങൾക്കിടയിൽ മത്സരിച്ചെന്ന പോലെ ഓടി തീർക്കുന്നുണ്ട്. റീത്തയും ജോസും തലേന്നതിന് അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആർക്കും നികത്താനാവാത്തൊരു വിടവ് തന്നിൽ തന്നിട്ടാണ് ശിവ യാത്ര പറയാൻ ഒരുങ്ങുന്നതെന്നൊരു തിരിച്ചറിവ് വന്ന് തലേന്ന് മുതൽ കല്യാണത്തിരക്കിൽ അവളും താനും അലിഞ്ഞു ചേർന്നപ്പോഴാണ്. ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ആ ആൾക്കൂട്ടത്തിനിടെ ശിവ കൂടെയില്ലാതെ ഒറ്റക്കായതുപോലെ. രുദ്രേട്ടന് പോലും ആ ഫീൽ മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. ഡി യുദാസ്, നീ വേണമെങ്കിൽ ശിവക്കുമ്പം കുടിക്കും. അവൾക്ക് നിനക്കൊരു റിലീഫാവും. ഞാൻ ഇന്നൊരു ദിവസം ഈ തലേന്ന് കെട്ടിപിടിച്ച് ചേർന്നോളാം എന്ന് പറഞ്ഞത് കേൾക്കാൻ കൊതിച്ച പോലെ വേഗം ശിവയുടെ മുറിയിലേക്ക് ചെന്നു. താൻ വരുമെന്ന് അവൾക്ക് അറിയാവുന്ന പോലെ കിടക്കയിൽ തനിക്കായി പാതി സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. തികട്ടി വന്ന കരച്ചിലൊതുക്കി കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അതുപോലൊരു കരച്ചിൽ അവളുടെ ഉള്ളിലും വിതുമ്പി നിൽപ്പുണ്ടെന്ന് ആരും പറഞ്ഞു തരേണ്ടിയിരുന്നില്ല. രണ്ടാളും ഒന്നും മിണ്ടുന്നില്ല. ആളും ബഹളവും പുറത്ത് അലയടിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു തിരയെ ഉള്ളിലൊതുക്കി അഞ്ജലിയും ശിവയും കിടന്നു. എന്തെങ്കിലും ഒന്ന് മിണ്ടി തുടങ്ങിയാൽ കരഞ്ഞു പോകുമെന്ന് ഉറപ്പായിരുന്നു. ഡി യുദാസ്, രുദ്രൻ തട്ടി വിളിക്കുമ്പോൾ അഞ്ജലി ഞെട്ടിക്കൊണ്ടവനെ നോക്കി. എന്തോർത്ത് നിൽക്കുക? ശിവ പോകാനിറങ്ങി. രുദ്രൻ അഞ്ജലിയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാ. അവിടെ നിൽപ്പണ്ടിട്ട് അവൻ അലിവോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് യാത്ര പറയുന്ന ശിവയുടെ മുഖം ദൂരെ നിന്നെ അഞ്ജലി കണ്ടിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു അഞ്ജൂസേ? ഞാൻ പൂവാടി. നിമിഷ നേരം കൊണ്ട് പറച്ചിലും കരച്ചിലും കഴിഞ്ഞ് രുദ്രനെ വിട്ട് അഞ്ജലി ശിവയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞാണ്ടി പോയിട്ട് വാ, ഞാനും ആവേം കാത്തിരിക്കും. പതിയെ ശിവയുടെ ചെവിയിൽ അഞ്ജലി പറയുമ്പോൾ ശിവ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. പിന്നെ അഞ്ജലി അടർത്തി മാറ്റിക്കൊണ്ട് സംശയത്തോടെ നോക്കി. അഞ്ജലി ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. ശേഷം കൈവെള്ള തുറന്ന് ശിവക്ക് കാണാനായി നീട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് ശിവ വീണ്ടും അവളെ കെട്ടിപ്പിടിച്ചു. മുഖം നിറയെ ഉമ്മ കൊടുത്തു. കണ്ടു നിന്നവരിൽ പലർക്കും കണ്ണു നിറഞ്ഞുപോയി ആ സ്നേഹം കണ്ടപ്പോൾ. ഏട്ടനോട് പറഞ്ഞില്ല അഞ്ജൂസേ? ശിവ വീണ്ടും ചോദിച്ചു. ഇല്ല, ആദ്യം നീ അറിയണമെന്ന് കരുതി. കുഞ്ഞാണ്ടിക്കുള്ള എൻ്റെ വിവാഹ സമ്മാനം. ശിവയെ നോക്കി ചിരിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ഏട്ടാ. രുദ്രന്റെ നെഞ്ചിൽ ചേരുമ്പോൾ സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി ശിവക്ക്. സന്തോഷമായിട്ടിരിക്കണം. നിന്നെ പടിയടച്ച് വിടുകയല്ല ഏട്ടൻ. എപ്പോഴും ഇത് നിന്റെ വീട് തന്നെയാവും. എപ്പോൾ വേണമെങ്കിൽ പോലും കയറി വരാൻ പാകത്തിന് ഈ വീടിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കിടക്കും. അതിൽ കൂടുതലൊരു ഉറപ്പ് അവന് കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ. പോയിട്ട് വാ മോളെ. കരയാൻ ഒരുങ്ങി വരുന്നവരുടെ കവിളിൽ തട്ടിക്കൊണ്ട് സ്ത്രീയും പറഞ്ഞു. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് ജീവനൊപ്പം ശിവ പോയ കാറ് നീങ്ങിയപ്പോൾ രുദ്രന്റെ കൈകളും അഞ്ജലിയെ പൊതിഞ്ഞു പിടിച്ചു. വൈകുന്നേരം ജീവന്റെ വീട്ടിലാണ് ഫംഗ്ഷൻ. അതിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് രുദ്രൻ. അതെ, അവനെ തന്നെ നോക്കി അടക്കിലിരിക്കുന്ന അഞ്ജലി ഇതുകൂടി ചേർത്ത് 5ാം തവണയാണ് വിളിക്കുന്നത്. അതിനു മുമ്പ് ചെയ്ത പോലെ രുദ്രനൊന്ന് മൂളി. അഞ്ജലി വീണ്ടും മുഖം വീർപ്പിച്ചു. രുദ്രൻ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ട് അവളുടെ കുറുമ്പുകൾ. അവൻ ഒരുങ്ങിത്തീരുന്നവരെയും പിന്നെ അവൾ മിണ്ടിയില്ല. പകരം ഏതോ മധുര സ്വപ്നങ്ങൾ മനസ്സിൽ താലോലിച്ചിരിപ്പാണ്. ചുണ്ടിൽ അത്രയും മനോഹരമായൊരു ചിരിയുണ്ട്. രുദ്രൻ പോയി അവിടെ അരികിലിരുന്നു. ആ, ഇനി പറയൂ ദാസേ, എന്താ എന്നോട് ചോദിക്കാനുള്ളത്? രുദ്രൻ അവിടെ നേരെ നോക്കി ചിരിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്. അഞ്ജലി അവന് നേരെ തിരിഞ്ഞിരുന്നു.
ചോദിക്കുന്നേ രുദ്രനും പറഞ്ഞു. നമുക്കൊരു കുഞ്ഞുവാവ് വന്നാൽ നിങ്ങൾക്ക് എന്നോടാണോ അതിനോടാണോ കൂടുതൽ ഇഷ്ടം തോന്നുക? കുറുമ്പോടെയുള്ള ചോദ്യം. രുദ്രൻ ചിരി വന്നു. അതിപ്പോ നീ എൻ്റെ പാതി, അതിൻ്റെ ജീവൻ. രണ്ടിനും അതിൻ്റെതായ ഇഷ്ടത്തോടെ കാണേണ്ടി യുദാസേ. രുദ്രൻ ചിരിയോട് അവിടെ തലയിൽ മേടി. അത് പറ്റൂല, ആരോടാ ഇഷ്ടമെന്ന് കറക്റ്റായിട്ട് പറയണം. കൂടുതൽ ഡെക്കറേഷൻ ഉടായ്പ കാണിക്കുന്ന പരിപാടി ഈ കാര്യത്തിൽ നടക്കൂല. അഞ്ജലി തീർത്തും പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാനുള്ള കാരണം എന്താ യുദാസേ? കണ്ണിലേക്ക് നോക്കി രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ മുഖം കുനിഞ്ഞു. കവിളിൽ ചുവപ്പ് പടർന്ന് എത്ര പെട്ടെന്നാണ്. അത് കാണെ അവൻ്റെ കണ്ണുകളും വിടർന്നു. കൈകൊണ്ട് അവിടെ മുഖം പിടിച്ചുയർത്തി. ആ കണ്ണിലെ ചോദ്യം അറിഞ്ഞിട്ട് തന്നെ അഞ്ജലി അതേന്ന് തലയാട്ടി കാണിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ടവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ചുംബനങ്ങളുടെ പെരുമഴയിൽ അഞ്ജലി നനഞ്ഞുപോയിരുന്നു. ഒടുവിൽ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾക്കറിയാം ആ പോക്ക് അവസാനിക്കുന്നത് സേതുവിൻ്റെ അരികിലാവുമെന്ന്. തന്നെ നോക്കുന്നവൻ്റെ കണ്ണുകൾക്ക് പ്രണയത്തിനൊപ്പം ഒരു പുതിയ ഭാവം കൂടി കൈവന്ന പോലെ തോന്നിയ അഞ്ജലിക്ക് കഴിക്ക് യുദാസേ. ഉള്ളിലെ സ്നേഹം മുഴുവനും ഉണ്ടായിരുന്നു അവൻ്റെ സ്വരം നിറയെ. ശിവയുടെ സർപ്രൈസ്. വൈകുന്നേരത്തെ ഫംഗ്ഷനൊപ്പം രുദ്രൻ അഞ്ജലിക്കും വേണ്ടി ഒരു കേക്ക് കട്ടിങ് കൂടി അവൾ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോഴാണ് അവിടെ കൂടിയവരെല്ലാം വിവരമറിയുന്നത്. ലക്ഷ്മിയും മുത്തശ്ശിയും സന്തോഷം കൊണ്ട് കണ്ണു നിറച്ച് നിന്നപ്പോൾ വല്യാൻ്റിയുടെ എല്ലാ ഗർവോടെയും കൂടി എപ്പോഴത്തെയും പോലെ ഗായത്രി നിൽപ്പുണ്ട്. ശ്രീ ചിരിച്ചുകൊണ്ട് രുദ്രനെ കെട്ടിപ്പിടിച്ചു. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് അവർ ആ ഫംഗ്ഷൻ നടത്തിയത്. പുറമേ നിന്നും ആരുമില്ലെങ്കിലും ജീവന്റെ നാട്ടുകാരുടെ ഹൃദ്യമായ സഹകരണം വന്നവർക്കെല്ലാം മനസ്സ് നിറച്ചിരുന്നു. ജീവനെൻ്റെ പ്രിയപ്പെട്ടവനാ, അതുകൊണ്ട് തന്നെ നിങ്ങളും. വലിയ പോലീസ് ഓഫീസറുള്ള ഭയബഹുമാനം കാണിച്ചുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിച്ച തികച്ചും സാധാരണ മനുഷ്യരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള അവൻ്റെ ചിത്രത്തിന് വീണ്ടും തിളക്കം കൂടുകയായിരുന്നു. ഇന്നിനി പോണളിയാ, രാവിലെ പോയ പോരെ? ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പോകാനിറങ്ങി തുടങ്ങിയ രുദ്രനെ നോക്കി ജീവൻ ചോദിച്ചു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരാലോ അളിയാ, ഇവ പോയിട്ട് ഇത്തിരി ധൃതിയുള്ളതാ. മീശ തടവി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ എല്ലാം മനസ്സിലായെന്ന പോലെ ജീവൻ തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. വന്നവരെല്ലാം വണ്ടിയിൽ കയറ്റും തിരക്കിൽ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ത്രീയിൽ അവരുടെ കണ്ണുകൾ ചെന്നു. രണ്ടാളും പരസ്പരം നോക്കിയിട്ട് ചിരിച്ചു. പോയിട്ട് വരാം മോളെ, ലക്ഷ്മി ശിവയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശിവ കൈകൾ പിടിച്ച് ചുണ്ടിൽ ചേർത്തു. മുത്തശ്ശി അവിടെ നെറുകിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. നിറഞ്ഞ കണ്ണുകൾ വേഗം തുടച്ചിട്ട് ഒന്നും പറയാതെ ലക്ഷ്മിയുടെ കൈയും പിടിച്ച് കാറിൻ്റെ നേരെ നടന്നു. പോട്ടെ ശിവ, ഞാൻ വിളിക്കാം. പതിവ് പോലെ ഗൗരവം നിറഞ്ഞൊരു യാത്ര പറച്ചിൽ. ഗായത്രി തിരിഞ്ഞടന്നു. കുട്ടികൾ അതിനു മുന്നേ ഓടിപ്പോയി കാറിൽ കയറിയിരുന്നു. ഏറ്റവും ഒടുവിൽ അഞ്ജലിയും ശിവയും മാത്രമായി. പോവാ, അഞ്ജലി പതിയെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ നോയിക്കോണേടി. ശിവ അവിടെ കൈ പിടിച്ചു. ഓ പിന്നെ, അത് നീ പറഞ്ഞിട്ട് വേണമല്ലോ, എനിക്കറിയാം. അഞ്ജലി അല്പം ജാടയിട്ടു. ആ, നിനക്ക് നന്നായിട്ട് അറിയാം തുള്ളിച്ചാടി നടക്കാനും എൻ്റെ ഏട്ടനോട് തല്ലി പിടിക്കാനും. എന്നിട്ട് അവൾ പറയോ എല്ലാം അറിയും പോലും. ശിവ ചുണ്ടുകൂട്ടി. രണ്ടും കൂടി കുത്തി വന്നിട്ട് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലേ ബാക്കി ഞാൻ അപ്പം പറയാം. ശിവ ഭീഷണി പോലെ വിരൽ ചൂണ്ടിയത് അഞ്ജലി വളരെ മനോഹരമായി പൂച്ഛിച്ചു കൊടുത്തു. നീ പോടി പരട്ടെ. അറിയാതെ തന്നെ അഞ്ജലിയുടെ ശബ്ദമുയർന്നു. അവിടെ കൂടിയവരെല്ലാം ഒരു നിമിഷം അവരിലേക്കായി ശ്രദ്ധ. നീ പോടി പറട്ടെ. ശിവയെ അല്പം ദേഷ്യത്തോടെ തന്നെ വിളിച്ചു പറഞ്ഞു. നിർത്തടി പറട്ടുകളെ. രുദ്രനാണ്. രണ്ടാളും നോക്കുമ്പോൾ അവരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ചമ്മിപ്പോയിരുന്നു. അളിയാ, അളിയൻ്റെ പറട്ടെ ഏറ്റെടുത്തുകൊണ്ട് പോയിക്കോ. എൻ്റെ പറട്ടെ ഞാനും കൈയേൽക്കുന്നു. ഇനി യാത്രയില്ല. അഞ്ജലിയുടെ കൈ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ശിവയെ പിടിച്ചുകൊണ്ട് അവൻ ജീവയുടെ കയ്യിലേൽപ്പിച്ചു. വേറൊന്നും പറയാതെ തിരിഞ്ഞടക്കുന്നവൻ്റെ കലങ്ങി ചുവന്ന മിഴികൾ. അഞ്ജലി കാറിൽ കയറിയിട്ട് കണ്ണിൽ നിന്ന് മറയുവോളം ശിവയെ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ജീവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ട് അവളത് കണ്ടിരുന്നു. സങ്കടമൊക്കെ തീർന്നോ? തലകുനിച്ചിരിക്കുന്ന ശിവയുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് ജീവൻ ചോദിച്ചു. എനിക്കതിന് സങ്കടമൊന്നുമില്ലല്ലോ, ശിവ പതിയെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ടാണോ ഈ വീട്ടുകാർ യാത്ര പറഞ്ഞു പോയത് മുതൽ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിന്നിരുന്ന്? ജീവൻ കളിയായിക്കൊണ്ട് ചോദിക്കുമ്പോൾ ശിവ ഒന്ന് ചിരിച്ചു കാണിച്ചു. അതിപ്പോ കരഞ്ഞില്ലേലും മോശമല്ലേ, അതുകൊണ്ടാ. അവളുടെ മറുപടി കേട്ടപ്പോൾ ജീവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി. അപ്പോഴും കലങ്ങിച്ചു വന്ന് കിടക്കുന്ന ശിവയുടെ മിഴിയാഴങ്ങളിലേക്ക് അവൻ വെറുതെ നോക്കി. പ്രണയം തിരയുന്ന പോലെ കൈകൾ കിടക്കയിൽ വെച്ചിരുന്ന ശിവയുടെ കൈകൾക്ക് മേലെ അമർന്നു. ഒരു വിറയിൽ തഴുകി തലോടി കടന്നു പോകുന്നത് ശിവ അറിഞ്ഞു. അവന് നോക്കാൻ ധൈര്യമില്ലാതെ അവളുടെ കണ്ണുകൾ പിടച്ചു. ശിവ, ശിവ, ശിവ. ആർദ്രതയോടെ വിളിക്കുന്നവന്റെ നേരെ പതിയെ നോക്കുമ്പോൾ ജീവന്റെ ചിരിയിൽ സ്വയം മറന്നവൾ നോക്കിയിരുന്നു. നമ്മളേറെ കാത്തിരുന്നൊരു ദിവസമാണിന്ന്.
ജീവന്റെ സ്വരം കുറെ കൂടി പ്രണയം പൊതിഞ്ഞു. അവനൊന്നുകൂടി നീങ്ങിയിട്ട് ശിവയുടെ അരികിലിരുന്നു. സാറ് ഗ്ലാസ് എടുക്കുമ്പോൾ ഏറെ ആസ്വദിച്ച ആ പെർഫ്യൂമിൻ്റെ മണം, ആ ഗന്ധം തനിക്ക് പ്രണയത്തിൻ്റെതാണ്. ശിവ കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് ശ്വാസം വലിച്ചെടുത്തു. എന്നെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും എൻ്റെ സ്മെല്ല് നിനക്ക് ഇഷ്ടമായിരുന്നല്ലേ അന്നും? ജീവൻ കുറുമ്പോടെ ചോദിക്കുമ്പോൾ ശിവയുടെ മുഖം കുനിഞ്ഞു. അങ്ങനെ പ്രേമിച്ചെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു സാർ ഞാനും. ഇപ്പം അതെല്ലാം അറിയാമല്ലോ, പിന്നെ എന്തിനാ ഇപ്പം അത് പറയുന്നേ? എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നു എന്നറിയോ? വിട്ടുകളയേണ്ടി വരുമെന്നോർത്ത് മരിക്കാൻ വരെയും തോന്നിയതാ. ശിവയുടെ വിരലുകൾ അവൻ്റെ കയ്യിൽ മുറുകി. അവനും ശ്വാസം മുട്ടും പോലെ തോന്നി. വെറുതെ പറഞ്ഞ ശിവ, ഞാൻ താൻ ടെൻഷൻ ആവില്ല ഇനി അത് പറഞ്ഞു. ജീവൻ അവളുടെ തോളിൽ പിടിച്ച് കുലുക്കി. അവളൊന്ന് ചിരിച്ചു. നഷ്ടപ്പെടലിൻ്റെ വക്കിൽ നിന്ന് ഞാൻ നേടിയെടുത്തതാ. എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള ഇഷ്ടം എത്രയുണ്ടെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു കാരണമായിട്ട് കാണാനാ എനിക്കിഷ്ടം. ശിവയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ടവൻ പറഞ്ഞു. നെറ്റിയിലാമരുന്ന സ്നേഹത്തണുപ്പിനൊപ്പം ഹൃദയം കൂടി ശാന്തമാവുന്നുണ്ട്. പ്രണയം പൂക്കുന്നിടങ്ങളിലെല്ലാം എനിക്ക് നിന്നെ കൊണ്ടുപോകണം ശിവ. ഞാനും നീയുമായിട്ടല്ല, നമ്മളായിട്ട്. ജീവന്റെ കൈകൾ അവളിൽ മുറുകി. ശബ്ദം വളരെ പതിയെയാണ്. കാതോർത്താൽ മാത്രം കേൾക്കാൻ കഴിയാവുന്ന അത്രയും പതിയെ അവൻ്റെ വാക്കുകൾ. ഓരോ പ്രാവശ്യവും നിന്നെ ഫോണിൽ വിളിക്കുമ്പോഴും നേരിട്ട് തരാമെന്ന് നിന്റെ വാക്കിനെ വിശ്വസിച്ച് ഞാൻ കാത്തിരുന്നു. പല സമ്മാനങ്ങളും അല്ലേ ശിവ? അതെനിക്ക് ഇപ്പോൾ വേണം. ശിവൻ ഞെട്ടലോട് അവനെ നോക്കി. അതൊന്ന് വെറുതെ പറഞ്ഞ് രക്ഷപ്പെട്ടതാ, അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കുവാണോ? ശിവ വെപ്രാളത്തോടെ അവനെ നോക്കി. സർ, ഞാൻ അപ്പോഴത്തെ... ശിവ വീണ്ടും വിക്കി തുടങ്ങി. ഈ സാറ് വിളി വേണോ ഇനി ശിവ? നീ എൻ്റെ പാതിയല്ലേടി. ജീവൻ അവിടെ ചുണ്ടിൽ വിരൽ ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ശിവ പിടഞ്ഞുപോയിരുന്നു. ജീവന്റെ ഭാവവും മാറിപ്പോയിരുന്നു. അവൾക്ക് അവനെ നോക്കാനായില്ല. നിനക്ക് ഓക്കെ അല്ലെങ്കിൽ... ജീവൻ പാതിയിൽ നിർത്തിക്കൊണ്ട് അവളുടെ മുഖം വീണ്ടും വിരൽ കൊണ്ട് ഉയർത്തി. കണ്ണിലേക്ക് നോക്കി പറയുന്നവൻ, വിറച്ചു പോകുന്ന അവൻ്റെ സ്വരം ശിവാടിമുടി പൂത്തിളഞ്ഞതുപോലെ ആയിരുന്നപ്പോൾ. നമുക്ക് പ്രണയിച്ചാലോ ശിവ? കണ്ണിൽ 1000 പ്രണയപ്പൂക്കൾ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് ഏറെ കൊതിയോടെ തൻ്റെ സമ്മതം കാത്തു നിൽക്കുന്നുണ്ട്. പ്രണയമല്ല ശിവക്ക് ജീവൻ, പ്രാണൻ തന്നെയാണ്. പക്ഷെ അവനൊരു ഉത്തരം കൊടുക്കാനാവുന്നില്ല. ശിവയുടെ കൈകൾ അവന് വലയം ചെയ്തു. ഒരു വിറയലോടെ അവളെ അവൻ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അതുവരെയും സമ്മതം ചോദിച്ച് നിന്നവൻ്റെ പിടിവിട്ട് പോകുന്നുണ്ട്. ശിവക്ക് മനസ്സിലായി, അതെ, അവൻ പ്രണയിക്കാൻ ശ്രമിക്കുമ്പോൾ അവളെങ്ങനെ അത് വേണ്ടെന്ന് പറയും. ഈ പ്രണയം നഷ്ടമാവുന്നതോർത്ത് എത്ര രാത്രി ഉള്ളിലഞ്ഞ് കരഞ്ഞു തീർത്തിട്ടുണ്ട് ശിവ. മരണം കൊതിച്ചിട്ടുണ്ട് ശിവ. പൊള്ളുന്ന അവൻ്റെ ഓരോ ചുംബനങ്ങളും അവളെ കൂടുതൽ കൂടുതൽ പരവശപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ പ്രണയം, ഒടുങ്ങാത്ത പ്രണയം, അത് താങ്ങാൻ കഴിയാത്ത വിധം ശിവ ജീവനൊന്നുകൂടെ മുറുകെ കെട്ടിപ്പിടിച്ചു. നിനക്കിനോട് ദേഷ്യമുണ്ടോ യുവദാസേ? അപ്രതീക്ഷിതമായി രുദ്രൻ ചോദിക്കുമ്പോൾ വിയർത്ത് നനഞ്ഞ അവൻ്റെ നെഞ്ചിൽ നിന്ന് ബെഡ്ഷീറ്റ് വാരി പുതച്ചുകൊണ്ട് അഞ്ജലി എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ ചോദ്യം നിറഞ്ഞു. ഇപ്പോൾ ഒരു കുഞ്ഞിനെ നീ ആഗ്രഹിച്ചിരുന്നോ? അവൻ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കി. അഞ്ജലി പതിയെ ഒന്ന് ചിരിച്ചു. രുദ്രേട്ടൻ അഞ്ജലി ഒരുപാട് സ്നേഹിക്കുന്നു. വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാരിയിരുന്നുകൊണ്ട് അഞ്ജലി പറഞ്ഞു. അതിലുണ്ടായിരുന്നു അവനുള്ള ഉത്തരം. രുദ്രൻ്റെ കയ്യിൽ അവൾ ഒതുങ്ങിക്കിടന്നു. അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അവളുടെ നെറ്റിയിൽ ചേരുന്നുണ്ട്. ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ടോടി യുവദാസ് നിനക്ക്? എനിക്ക് ഭയങ്കര തിരക്കും, നിനക്ക് എക്സാമും, അതിനിടയിൽ ശിവയുടെ വിവാഹം, എല്ലാം കൂടി. രുദ്രൻ്റെ സ്വരം നേർത്തു. കുഞ്ഞൂടി വന്നാൽ നല്ല രസമായിരിക്കില്ലേ രുദ്രേട്ടാ? അതിന് അവൾക്ക് ഉത്തരമുണ്ട്. രുദ്രൻ്റെ മുഖം തെളിഞ്ഞു. എന്ത് കണ്ടിട്ടാ യുവദാസേ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. എൻ്റെ അല്ലേ? അത്രമാത്രം ഉത്തരം കൊടുത്തുകൊണ്ട് അവൾ അവനിൽ ഒന്നുകൂടെ പതുങ്ങി. രുദ്രേട്ടാ, ഇനി എന്നെ അഞ്ജു എന്ന് വിളിക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുകൂടി അങ്ങനെ വിളിക്കും. അഞ്ജലി മുഖമുയർത്തി പരിഭവത്തോടെ അവനെ നോക്കി പറഞ്ഞു. പിന്നെ ഒരു അഞ്ജു വന്നേക്കുന്നു. സ്വന്തം അപ്പനെ ഞങ്ങളീ ഒറ്റിക്കൊടുത്തിട്ട് വിളിക്കാൻ പറ്റിയ പേരാണത്? നിനക്ക് യുവദാസ്, അത് മതി. അവളുടെ വീർത്ത് തുടങ്ങിയ ചുണ്ടിൽ അമർത്തി ഉമ്മവച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അഞ്ജലി പിന്നൊന്നും മിണ്ടാതെ അവനെ പറ്റി പിടിച്ചുകൊണ്ടിരുന്നു. നീ എൻ്റെ യുവദാസായ മതിയടി, അതാ എനിക്കിഷ്ടം. അവൻ്റെ കൈകൾ വീണ്ടും അവളെ പൊതിഞ്ഞു. അവനെ ഞാൻ രക്ഷിച്ചുകൊണ്ടുവരും. നോക്ക്, സ്റ്റീഫന്റെ കയ്യിൽ കോടികളുണ്ട്, അത് വെച്ച് കൊണ്ടുവരും. നോക്ക്, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ?
ഇരുമ്പ് കമ്പിൽ കൂടി പുറത്തേക്ക് കൈനീട്ടി പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പിന്നെ അത് പൊട്ടി കരച്ചിലായി. പറ്റവെട്ടിയ കുറ്റിമുടികൾ നിറഞ്ഞ തലയിൽ തലോടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ സെല്ലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. റീത്ത വാ പൊതിഞ്ഞുകൊണ്ട് കരച്ചിലമർത്തി. മനോനില തെറ്റി അപ്പന് നേരെ അഞ്ജലി നിർവികാരമായി നോക്കി നിന്നു. ജെറിനെ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടി ഒടുവിൽ ഒരിക്കലും അവനെ അയാൾക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനാവില്ലെന്ന് തോന്നിയതുകൊണ്ടോ കുറ്റബോധം കൊണ്ടോ ആ മനസ്സിന്റെ പിടി വിട്ടുപോയിരുന്നു. 2 ദിവസമായിട്ട് വീട്ടിൽ നിന്നും ഭയങ്കര ശബ്ദം കേൾക്കുന്നതെന്ന് അയൽവാസിയായി വിമൽ വിളിച്ച് പറയുമ്പോൾ ജോസിനൊപ്പം റീത്ത ചെന്നു. ദേഹത്ത് മുഴുവൻ ചോരയൊലിക്കുന്ന മുറിവുകളായി നിൽക്കുന്ന സ്റ്റീഫൻ പതിയെ മനസ്സിലായി ആ മനസ്സിനേറ്റ മുറിവിൻ്റെ ആഴം. അയാൾ ചെയ്ത തെറ്റുകൾ മറന്നിട്ടൊന്നുമല്ല, ഒരു മനുഷ്യ ജീവനോടുള്ള പരിഗണന. അതുകൊണ്ട് മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇടയ്ക്കിടെ വന്ന് കാണാം. ഇപ്രാവശ്യം ഞാനും കൂടി പോയിക്കോട്ടെ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ രുദ്രനൊന്നും പറഞ്ഞില്ല. പക്ഷേ പിറ്റേന്ന് റീത്തയോടൊപ്പം ഹോസ്പിറ്റലിൽ പോവാൻ അവൻ കൂടി റെഡിയായി, കൂടെ അഞ്ജലിയും. സൂക്ഷിച്ച് തിരിച്ചിറങ്ങി വരുന്ന അഞ്ജലിയോട് രുദ്രൻ കരുതലോടെ വിളിച്ചു പറഞ്ഞു. അവൾക്കിത് 5ാം മാസമാണ്. രുദ്രൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഇറങ്ങിപ്പോയി സ്റ്റീഫനെ കാണാൻ അവന് തോന്നിയില്ല. റീത്തയെ തിരികെ ജോസിന്റെ വീട്ടിൽ തന്നെ ആക്കി കൊടുത്ത് തിരികെ വീട്ടിലെത്തും വരെയും അവരാരും പരസ്പരം ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തിയിട്ടും തെളിയാത്ത മുഖത്തേക്ക് അവൻ പ്രയാസത്തോടെ നോക്കി. അത് അപ്പൻ അറിയിക്കുന്ന രുദ്രേട്ട. എനിക്കൊരിക്കലും അത് ഓർത്തുകൊണ്ട് നിങ്ങളോട് ദേഷ്യം തോന്നില്ല. എൻ്റെ അമ്മയുടെ സങ്കട എന്നെ തളർത്തുന്നു. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തന്നെ നോക്കിയിരിക്കുന്ന രുദ്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് ടെൻഷനാവില്ലേ? അല്ല, ഇതിന് എത്രയോ പ്രശ്നങ്ങളുണ്ട് ഈ പേടിത്തുന്ന പോലീസിന്. അഞ്ജലി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ്റെ മുഖവും തെളിഞ്ഞു. ശ്വാസം വിടാൻ കൂടി കഴിയാത്ത വിധം ജെറിൻ ആ വെറും നിലത്ത് തളർന്നു കിടന്നു. ഇവിടെ സുഖവാസിന് വന്നാണെന്ന് എഴുതിയോടാ. മര്യാദക്ക് പറയുന്ന ജോലിയണം. ഇതിനകത്ത് പണച്ചാക്ക് പാവപ്പെട്ടിനൊന്നുമില്ല. പുറത്തുനിന്ന് അപ്പോഴും അട്ടാസങ്ങൾ കേൾക്കുന്നുണ്ട് അവൻ്റെ അടഞ്ഞ ചെവിയിൽ കൂടി. വേദനിക്കാത്ത ഒരിടം പോലും ശരീരത്തിൽ ബാക്കിയില്ല. ജീവിതം തന്നെ വെറുത്തുപോയിരുന്നു. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് നെഞ്ചു പൊട്ടി കരഞ്ഞു. വേദനയും നിസ്സഹായതയും എന്താണെന്നറിഞ്ഞു. അധികം വൈകാതെ ഇവിടുന്ന് ഇറങ്ങാൻ കഴിയുമെന്നതിനായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നീട് മനസ്സിലായി, ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കുരുക്കാണ് രുദ്രൻ മുറുക്കിയതെന്ന്. അപ്പനും പിന്നെ തിരിഞ്ഞു നോക്കാതെയായി. മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്തോ വൈരാഗ്യം പോലെ എടുത്തിട്ട് പെരുമാറി ദേഷ്യം തീർക്കുന്ന പോലീസുകാർ. സഹതടവുകാരുടെ കാര്യം അതിലും കഷ്ടം. തനിക്ക് മുന്നിൽ ഇരുട്ടിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ വീണ്ടും ജെറിൻ്റെ കണ്ണുനീർ നിലത്ത് പടർന്നു. കാലത്തിൻ്റെ കാവ്യനീതി അവസാനിച്ചു എന്ന് പറയണോ? എനിക്കറിയാം, കുറച്ചു കാലമെങ്കിലും രുദ്രനും അവൻ്റെ യുവദാസും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതാണ് ജിഫ്നയുടെ വിജയം. ജിഫ്നയുടെ വരികളിലൂടെ പോവുകയാണെങ്കിൽ, ഞാൻ ലൈഫിൽ ഏറ്റവും വെറുക്കുന്ന, വിരസതമടുപ്പിച്ച, മനസ്സും ശരീരവും ഒരുപോലെ വേദനിച്ച, കഴിഞ്ഞുപോയ കുറച്ച് നിറമങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നക്ഷത്രം പോലെ തിളങ്ങും എൻ്റെ രൗദ്രം. ഒറ്റ വരി പോലെ എഴുതാനാവാത്ത ശൂന്യത നിറഞ്ഞ എന്നെ എത്രമാത്രം നിങ്ങൾ ഓരോരുത്തരും മോട്ടീവ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പുതിയ പല കൂട്ടുകാരെയും കിട്ടിയ സമയം കൂടിയായിരുന്നു. 1.5 മാസത്തെ വിശ്രമം തീരും മുമ്പ് സ്റ്റോറി തീർക്കിടുന്നുണ്ടായിരുന്നു. ഞാൻ തിരികെ ജോലി കയറിയിട്ടും ഇത് പിന്നെയും തുടർന്നു പോയെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്ന് തോന്നും. ഞാൻ ഇന്നലെ കരുതി വെച്ചതാണ്. പക്ഷെ എല്ലാം കൂടി ഒറ്റപ്പാട്ടിൽ ഒതുങ്ങിയില്ല. ജീവനെയും ശിവയെയും അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയും എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവന പോലെ പൂരിപ്പിച്ചു. എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ ഇനിയും എന്താണ് എനിക്കിവിടെ എഴുതാൻ? വെറുതെ നീട്ടി വലിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുമല്ലെങ്കിൽ ക്ലീഷേ പോലെ ഒരു അപകടം, ഹോസ്പിറ്റൽ, ഇതൊന്നും നമുക്ക് സെറ്റാവില്ല. അറിയാലോ എൻ്റെ രീതി. ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നിട്ട് കൂടി പലപ്പോഴും സേതുമാധവൻ എന്ന അച്ഛൻ കഥയിൽ ജീവിക്കുന്ന ആളാണ്. അതായിരുന്നു എനിക്ക് ഏറെ ടെൻഷൻ നൽകിയത്. പക്ഷെ പേടിച്ച പോലെ സംഭവിച്ചില്ല. സേതു വിജയിച്ചു. സന്തോഷത്തോടെ തന്നെയാണ് യാത്ര പറയുന്നത്. ഞാൻ ആഗ്രഹിച്ച പോലെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു കുശുമ്പുള്ളത്, പ്രതികാരത്തിന് വന്ന എൻ്റെ ചെക്കൻ പാതിൽ വെച്ച് കാലം മാറി യുവദാസിനൊപ്പം ചേർന്നതാണ്. രുദ്രനും അഞ്ജലിയും ഇനി മനസ്സുകളിൽ ജീവിക്കട്ടെ, അല്ലേ? സ്റ്റീഫനെ വെറുതെ വിട്ടിട്ടില്ല. സ്വന്തം മനസ്സിനെ പോലും പിടികിട്ടാത്ത അവസ്ഥ തീർച്ചയായും ഭീകരമാണ്. പിന്നെ ജെറിനെ കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും എൻ്റെ സ്വപ്നം കൂടിയാണ്. ഞാനെന്ന അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. ചില തെറ്റുകൾ കുടുംബത്തോടെ മുടിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര നേരാണല്ലേ? റീത്തയുടെ അവസ്ഥ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. കഥയേക്കാൾ അവസാനം കുറിച്ചു വെക്കുന്ന കുറച്ച് വരികളിൽ ഞാൻ എന്നെ അടയാളപ്പെടുത്താറുണ്ട് എപ്പോഴും. അതും ഏറെ ഇഷ്ടമായെന്ന് പറയുന്നവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് അഹങ്കാരത്തോടെ തന്നെ പറയട്ടെ. അവസാന പാർട്ടാണ്. ഇനിയും ഒരു കമൻ്റ് ഇടാൻ ഈ കഥയിൽ അവസരമില്ല. അപ്പോൾ 1-2 വാക്ക് കുറിച്ചിട്ട് പോകണം നിങ്ങൾ. നമ്മുടെ പുതിയ സ്റ്റോറി അഭിരാമി ആമി എഴുതുന്ന ആരാധിക എന്ന കഥ മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. താങ്ക്സ്.